ഏകദേശം ഇപ്പോൾ ഒരു വർഷമാവാറായിട്ടുണ്ട് ഞങ്ങൾ കേക്കിൻ്റെ ബിസിനസ് ടെമ്പററി ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട്. അതിനാൽ തന്നെ ഇതേ കണ്ടില്ലേ, ബീറ്ററും പിന്നെ ഫ്രോസ്റ്റിംഗ് നൈഫും ബൗളും പിന്നെ ഓവനും എല്ലാ ഐറ്റംസും പൊടി പിടിച്ചിരിക്കുകയാണ്. ഓവനാണെങ്കിൽ ഞങ്ങൾ അതിനുശേഷം പിന്നെ യൂസ് ചെയ്തിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം നല്ലോണം പൊടി പിടിച്ചിരിക്കുകയാണ്. എന്തോ ഭാഗ്യത്തിന് ഓവൻ വർക്കിംഗ് ആയിരുന്നു. ഇനി അടുത്തതേ ഇതൊക്കെയാണ് വൃത്തിയാക്കാനുള്ളത്. അപ്പോൾ എൻ്റെ കേക്ക് സ്റ്റാൻഡിൻ്റെ കോലം കണ്ടില്ലേ, നല്ല രീതിയിൽ പൊടി പിടിച്ചിരിക്കുകയാണ്. ഇനി അതൊക്കെ കഴുകി വൃത്തിയാക്കണം. അപ്പോൾ ഓരോ ഐറ്റംസായിട്ട് ഞാൻ വൃത്തിയാക്കണം. അപ്പോൾ അതിന് വേണ്ടി ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് വെക്കാം കേട്ടോ. അതൊക്കെ ഇട്ട് ഒന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ചേട്ടൻ്റെ കല്യാണ സമയത്ത് ഞങ്ങളെല്ലാ സാധനവും ഒതുക്കിയല്ലോ. അപ്പോൾ ഒതുക്കണ സമയത്ത് നമ്മൾ കേക്കിൻ്റെ കാര്യമൊക്കെ നമ്മൾ വിട്ട് കളഞ്ഞു. മീൻസ് അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഈ ഐറ്റംസ് എല്ലാം നമ്മൾ മാറ്റി വേറെ സ്ഥലത്തോട്ട് വെച്ചു. അപ്പോൾ എൻ്റെ പല ഐറ്റംസും സ്റ്റിൽ മിസ്സിങ് ആണ്. സ്പാച്ചില തുടങ്ങി കുറേ നോസിൽസും കുറേ ഐറ്റംസും ഇപ്പോഴും മിസ്സിങ് ആണ്. അപ്പോൾ ഇനി എല്ലാം ഒന്നും കൂടി വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ചൂടുവെള്ളത്തിലിട്ട് ഓരോ ഐറ്റംസായിട്ട് അത് കഴുകിയെടുക്കുകയാണ്. ഏറ്റവും പണി ഈ ഫ്രോസ്റ്റിംഗ് നൈഫും അതൊക്കെ ക്ലീൻ ചെയ്യാനാണ് കേട്ടോ. ഞാനത് കഴുകി ഞാൻ വൃത്തിയാക്കിയിട്ട് ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ചു. അടുത്ത പണി ഈ ഒരു കേക്ക് സ്റ്റാൻഡ് വൃത്തിയാക്കലാണ്. ഇതാണെങ്കിൽ നല്ല രീതിയിൽ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. കഴുകിയെടുത്തപ്പോഴത്തേക്ക് പെയിൻ്റൊക്കെ പറഞ്ഞു വരാൻ തുടങ്ങി. ഇനി വിസ്കും നോസിൽസൊക്കെ ഞാൻ ചൂടുവെള്ളത്തിലിട്ടു. പിന്നെ ബീറ്ററൊക്കെ തുടച്ച് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാ ഐറ്റംസും ഉണങ്ങാനൊക്കെ വെച്ചു. ബീറ്ററൊക്കെ പെർഫെക്റ്റ്ലി വർക്കിംഗ് ആയിരുന്നു. പിന്നെ പെയിൻ്റ് അടിച്ച് ആ കേക്ക് സ്റ്റാൻഡും കിട്ടി കേട്ടോ.